ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സ്രഷ്ടാവും സംരക്ഷകനുമായ റബ്ബിൻ്റെ നിയമാനുശാസനകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളും കൽപ്പനകളും ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധത്തോടുകൂടെ മക്കൾക്ക് വെളിച്ചമാകാൻ, മക്കൾക്ക് മുന്നിൽ മാതൃകയാകാൻ, മക്കൾക്ക് മുന്നിൽ ഉപ്പാക്കും ഉമ്മാക്കും നന്മയുടെ മാതൃകയാകാൻ കഴിയേണ്ടതുണ്ട്. ആ രംഗത്ത് നമുക്കെല്ലാമുള്ള മാതൃക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ഈ തിരിച്ചറിവോടുകൂടെയാകണം നാം നമ്മുടെ കുടുംബത്തെ, മക്കളെ, നമ്മളെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് അള്ളാഹു നൽകിയ വല്ലാത്ത അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നാര മക്കൾ. അവർക്ക് പ്രയാസങ്ങളും വേദനകളും ഉണ്ടാകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം വേദനയുണ്ടാക്കുന്നതാണ്. അവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമുക്കെന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടായാലും പ്രശ്നമല്ല, എൻ്റെ മക്കൾക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം
ആ ഒരു മനസ്സ് നമ്മൾ നിലനിർത്തുമ്പോൾ തന്നെ നമ്മുടെ രക്ഷിതാക്കളും നമ്മളെക്കുറിച്ച് ഈ ഒരു മനസ്സും ഒരു വിചാരവും നിലനിർത്തുന്നവരാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ചെറുപ്പത്തിൽ തന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സ്നേഹവും പരിലാളനയും സംരക്ഷണവും അനുഭവിച്ചാസ്വദിച്ച് വളർന്നവരാണ് നമ്മൾ. ഒരു ഉമ്മയാകുമ്പോഴാണ്, ഒരു ഉപ്പയാകുമ്പോഴാണ് എന്തുമാത്രം നമ്മുടെ ഉപ്പയും ഉമ്മയും നമുക്കായി പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മെ പരിഗണിച്ചിട്ടുണ്ട്, നമ്മോട് എന്തുമാത്രം അവർക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ഉപ്പയാകുക വഴി, ഉമ്മയാവുക വഴി നമുക്ക് കഴിയും. പക്ഷേ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സ്നേഹത്തിന് പകരം നൽകാൻ, അവർ ചെയ്ത നന്മകൾക്ക് പകരം നൽകാൻ മരിക്കുന്നത് വരെ ശ്രമിച്ചാലും അവരുടെ സ്നേഹത്തിൻ്റെയും ഇഖ്ലാസിൻ്റെയും നന്മകൾക്ക് മുന്നിൽ എത്ര തന്നെ ചെയ്താലും തീരാത്തത്ര നന്മകളിൽ അവർ മികച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല മക്കളാവണം നമ്മൾ. അതോടൊപ്പം നമ്മുടെ മക്കളെയും നല്ല മക്കളായി നാം വളർത്തിയെടുക്കണം. ആ രംഗത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുപുള്ളി, ചെയ്യാവുന്ന ക്രൂരകർമ്മങ്ങളെല്ലാം ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ, അവസാനമായി എന്തുണ്ടാഗ്രഹമെന്ന കോടതിയുടെ ചോദ്യത്തിന് എനിക്കെൻ്റെ മാതാവിനെ ഒന്ന് കാണണം, സംസാരിക്കണം, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. മാതാവ് വന്നു, തടവ് പുള്ളിക്ക് കാണാനുള്ള അവസരം കൊടുത്തു. തടവ് പുള്ളികൾക്ക് പ്രത്യേകിച്ച് സന്ദർശകരെ കാണാനുള്ള സൗകര്യമുള്ള ഒരു റൂമിൽ, എങ്കിലും ജയിലായതുകൊണ്ട് തന്നെ അതിൻ്റേതായ സംരക്ഷണവും പരിധിയുമെല്ലാം ഉണ്ട്, നെറ്റൊക്കെ ഉണ്ട്. അതിനിടയിൽ മാതാവിനോട് ഈ മകൻ ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ചെവിയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ കുറച്ചടുത്തേക്ക് വരണം. ജയിലിൻ്റെ അഴിയിലൂടെ തൻ്റെ മകൻ തനിക്ക് കാര്യമായി രഹസ്യം തന്നോട് പറയാനുണ്ട് എന്ന ധാരണയോടെ ഈ മാതാവ് തൻ്റെ ചെവി തൻ്റെ മകൻ്റെ അടുക്കലേക്ക്, ചുണ്ടിലേക്ക് ചേർത്ത് അണച്ചു പിടിക്കുക. ആ സമയത്ത് മാതാവിൻ്റെ ചെവിത്തണ്ട കടിച്ചു വലിക്കുകയാണ് ഇയാൾ ചെയ്യണം. വാവിട്ട് നിലവിളിക്കണം മാതാവ്, ചോരങ്ങനെ ഒഴുകണ്ട്. പോലീസുകാർ വന്നു അയാൾ അടിച്ചിടിച്ച് അയാൾ മാറ്റിക്കൊണ്ട്. അയാൾ ചോദിച്ചു, എന്തിനാടാ പിന്നെയും ഇങ്ങനെ മാത്രം ക്രൂരനാകണം? എന്തായാലും നിന്നെ കൊല്ലാൻ പോവുമല്ലേ, സ്വന്തം മാതാവിനോട് അവസാന സമയത്തെങ്കിലും ഒന്ന് കരുണ കാണിച്ചുകൂടെ എന്ന ചോദ്യത്തിന് അയാൾ തിരിച്ച് പ്രതികരിച്ചത്, എന്നെ ഈ നിലയിലാക്കിയത് എൻ്റെ മാതാവാണ്. ചെറുപ്പം മുതലേ എൻ്റെ സുഹൃത്തുക്കളുമായി ഞാൻ ചണ്ട കൂടുകയും അവരുപദ്രവിക്കുകയും ആക്രമിക്കുകയും പലരുടെയും പലതും മോഷ്ടിച്ചു വരുമ്പോഴൊക്കെയും ഇതെവിടെ നിന്നാണ് എന്ന് എൻ്റെ മാതാവ് ചോദിച്ചില്ല. ഇത് മോഷ്ടിച്ചതാണോ ആരെങ്കിലും തന്നതാണോ എന്ന് അന്വേഷിച്ചില്ല. ചെറിയ ചെറിയ കളവുകളിലൂടെ, കള്ളത്തരങ്ങളിലൂടെ, അക്രമങ്ങളിലൂടെ, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ ഇന്ന് ഞാൻ കൊടും ക്രൂരനും കൊടും ഭീകരനുമാകുന്നതിന് പിന്നിൽ എൻ്റെ മാതാവാണ് അടിസ്ഥാന കാരണം എന്ന് പ്രതികരിക്കുന്നൊരു കൊലയാളിയുടെ, അല്ലെങ്കിൽ വധശിക്ഷ കാത്തു നിൽക്കുന്ന ഒരു തടവുപുള്ളിയുടെ പ്രതികരണം. ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട് പോലീസുകാരെല്ലാം അറസ്റ്റ് ചെയ്ത ഒരു ഡോക്ടറെക്കുറിച്ച് നമ്മൾ കേട്ടു, വായിച്ചു. എന്തിനയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന ചോദ്യം അയാളുടെ ഏതെങ്കിലും രോഗിയെ ചികിത്സിക്കുന്നിടക്കുള്ള കയ്യബദ്ധമല്ല, മറിച്ച് തൻ്റെ മാതാവിനെ കൊന്നു എന്ന കൊലക്കുറ്റത്തിന്. എന്തിനത് ചെയ്തു? അയാൾ പറഞ്ഞത്, എൻ്റെ വീട്ടിലേക്ക് പലരും കടന്നു വരാറുണ്ട്, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ. അവർ കടന്നു വരുമ്പോൾ പ്രായാധിക്യമുള്ള, ആസ്മയുള്ള, നിരന്തരമായ ചുമയുള്ള, രോഗമുള്ള എൻ്റെ മാതാവിൻ്റെ ചുമയും ധീനരോധനങ്ങളും എനിക്ക് അസ്വസ്ഥമാണ്, എനിക്കൊരു തരം അറപ്പാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നിർത്താൻ ഞാൻ തീരുമാനിച്ചു.
ഒരു ദിവസം എൻ്റെ ഭാര്യയും മക്കളെല്ലാം കിടന്നുറങ്ങുന്ന രാത്രി ഞാൻ എൻ്റെ മാതാവിനെ ജീവനോടെ ഒരു പായിൽ ചുരുട്ടിക്കെട്ടി കാറിൻ്റെ ഡിക്കിലിട്ട് ആരും കാണാതെ ഒരു കുന്നിൻ മുകളിലേക്ക് കാർ ഓടിച്ചു പോയി. താഴ്വരയിലേക്ക് ഞാൻ അവരെ വലിച്ചെറിഞ്ഞു കൊന്നു. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ സമയത്ത് ആ മാതാവിൻ്റെ മനസ്സ്? താൻ 10 മാസം നൊന്തുപറ്റ തൻ്റെ മകനാണോ ഈ ചെയ്യുന്നത്? രാത്രി പോലും ഉറക്കം പോലും ഉപേക്ഷിച്ച് ഞാൻ സ്നേഹിച്ച് ലാളിച്ച് ചൂടും ചുംബനവും നൽകി വളർത്തിയ എൻ്റെ മകനാണോ എന്നോട് ഇത്രമാത്രം ക്രൂരത ചെയ്യണത്? എന്നാലോചിച്ച് നോക്കി, ഈ ഒരു അവസ്ഥകൾ ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിലൂടെ നമ്മൾ കാണുന്നതാണ്, വായിക്കുന്നത്. കേരളത്തിൻ്റെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു ജില്ല, വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട മാതാവ്, രോഗിയായി അവഗണിക്കപ്പെട്ടവർ, രോഗം മൂർച്ഛിച്ച് വളരെ പ്രയാസകരമെന്ന് വൃദ്ധസദനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോയില്ല മകനും മകളും. ഒടുവിൽ ICUവിലായി, മരണമാസന്നമായ സമയം ഒന്നൂടെ പ്രതികരണമില്ല. ഒടുവിൽ മരണവാർത്ത, മരിച്ചു എന്ന വിവരം മകനെ വിളിച്ചറിയിച്ചപ്പോൾ മകൻ പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിലാണ്, ഞാൻ വന്നാൽ അവരെന്തെങ്കിലുമൊക്കെ ധരിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി. മകൻ്റെ പ്രതികരണം. മകൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇത് റോങ് നമ്പറാണ്. സമൂഹം വല്ലാതെ റോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലം. മയ്യത്ത് നമസ്കരിക്കാൻ പോലും മകനില്ല, മകൻ വന്നില്ല. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ഈ ഒരു ദുരന്തം നമുക്ക് വരരുത്. ഈ ഒരു വല്ലാത്ത ഗതികേട് നമുക്കുണ്ടാകരുത്. നമ്മുടെ മക്കൾ ഇങ്ങനെയൊന്നും ആകരുത് നമ്മളോട്. ഇത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾക്കും ഒരു ദുരന്തമുണ്ടാകരുത്. അത്രമാത്രം ക്രൂര മനസ്സിനുടമകളായി മക്കളെന്ന നിലയിൽ നമ്മളും അധപ്പതിക്കരുത്, നമ്മുടെ മക്കളും അധപ്പതിച്ചു പോകരുത്. ആ ഒരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹു പറയുന്നു, ഇന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്തതികളും നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. അല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, അല്ലാഹുവിങ്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതിഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും, സാധ്യമാം വിധം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവൻ്റെ കൽപ്പനകളെ ശ്രദ്ധിച്ച് കേൾക്കുകയും അവനെ അനുസരിക്കുകയും ഖൈർ നിങ്ങൾ ചെലവഴിക്കുകയും നിങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്യുക. ആരാണോ മനസ്സിൻ്റെ ഒരു തരം പിശുക്കിരുന്ന് രക്ഷപ്പെടുന്നവൻ അവനാണ് ആത്യന്തികമായി വിജയം പ്രാപിച്ചവനെന്ന് 64-ാം അധ്യായം സൂറത്ത് 64-ാം അധ്യായത്തിലെ 15-16 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമായി കാണാൻ, ആ പരീക്ഷണങ്ങളെ സൃഷ്ടിപരമായി നോക്കിക്കാണാൻ, അള്ളാഹ് നൽകിയ അനുഗ്രഹത്തെ അള്ളാഹു തൃപ്തിപ്പെടുന്ന തലത്തിൽ തന്നെ അവയെ ഉപയോഗിക്കാൻ, ആ ഒരു തലത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു പിന്നെയും പറഞ്ഞു, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബും വലഹുവ വസീന വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞ കളിയും ചിരിയും അലങ്കാരവും വിനോദവുമാണ്. പരസ്പരം ഗർവ് നടിക്കലും ഹുങ്ക് കാണിക്കലും സമ്പത്തിൻ്റെയും സന്തതികളുടെയും വിഷയത്തിൽ പെരുമ കാണിക്കലാണ് എന്നെല്ലാം അള്ളാഹു 57-ാം അധ്യായം ഹദീദിൻ്റെ 20-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല മക്കളാകാൻ നമുക്കാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ ഈ നല്ല മക്കളാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ നല്ല മക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾ നോക്കി, മറിയം ബീവിയുടെ മകനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ചോരപ്പൈതൽ തൊട്ടിലിൽ വെച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞ വരികൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വബർറം ബിവാലിദതി വലം യജഅലനി ജബ്ബാറൻ ശഖിയ, എൻ്റെ ഉമ്മാനോട് പുണ്യം ചെയ്യാനാണ് എൻ്റെ റബ്ബ് എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നത്. അവൻ എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനും ആക്കിയിട്ടില്ല എന്നാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രതികരണം. ഇനി നോക്കി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകൻ ഇസ്മായിൽ, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ. ഉപ്പ എന്താണോ അള്ള കൽപ്പിച്ചത് അതുപോലെ ചെയ്താലും, എന്നെ അറുത്താലും എന്നെ വധിച്ചാലും ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉപ്പാൻ്റെ ഈ മോനെ ഉപ്പാക്ക് കാണാനാകും. ഇങ്ങനെ നല്ല നല്ല മക്കളെ, മാതൃകയുള്ള മക്കളെ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. ഇവിടെയെല്ലാം എന്തുകൊണ്ട് ഈ ഒരു തലത്തിൽ ആ മക്കൾ ഉയർന്നു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് അവർക്ക് മാതൃകയായി ജ്വലിച്ചു നിന്നിരുന്നു അവരുടെ രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ അവർക്ക് മാതൃകയാകണം. നന്മയിൽ, എന്തിലും ഏതിലും, ആദർശരംഗത്തും വിശ്വാസരംഗത്തും സ്വഭാവരംഗത്തും ജീവിത നടപടിക്രമങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണമെന്ന് ചുരുക്കം.
മാതാവ് തൻ്റെ പൊന്നോമനക്ക് അമ്മിഞ്ഞ നൽകുന്നതോടൊപ്പം തന്നെ ചെറുപ്രായം മുതലേ ആ മനസ്സുകളിലേക്ക്, ആ കർണപുടങ്ങളിലേക്ക്, ആ കൽബുകളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തെ പകർന്നു കൊടുക്കാനാവണം. നിങ്ങൾ നോക്കി, ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ശബ്ദങ്ങളെല്ലാം ആ കുട്ടി കേട്ട് വളരുമെന്നാണ്. എന്തൊന്നാണോ നമ്മൾ ആ കുട്ടിയെ കേൾപ്പിക്കുന്നത് അതവരുടെ തുടർന്നുള്ള ജീവിതത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതൊരു വസ്തുതയാണ്. രംഗത്തുള്ള ശ്രദ്ധേയമായ പഠനങ്ങളും പ്രബന്ധങ്ങളും ലോകത്ത് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ വരികളാണ് തൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടിയെ മാതാവ് കേൾപ്പിക്കുന്നതെങ്കിൽ, വളർന്നുകൊണ്ടിരിക്കുന്ന തൻ്റെ ചെറിയ മക്കളെ തൻ്റെ മടിയിലിരുത്തിയിട്ടാണ് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വിശുദ്ധ ഖുർആൻ ഓതുന്നതെങ്കിൽ, ആ കുഞ്ഞു വിരലുകൾ വെച്ച് അവൻ്റെ വിരൽ പിടിച്ചുകൊണ്ട്, നമ്മുടെ മോളുടെ വിരൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി അവനെ ശീലിപ്പിക്കുന്നത് എങ്കിൽ, അവളെ ശീലിപ്പിക്കുന്നത് എങ്കിൽ, ആ നന്മയിൽ മാതൃകയായി നിൽക്കാൻ നമുക്ക് കഴിയും. ഇത് വല്ലാതെ ആ മക്കളുടെ മനസ്സുകളെ സ്വാധീനിക്കുമെന്നത് ഒരു പച്ചയായ സത്യമാണ്. മാത്രമല്ല, നമ്മുടെ നോട്ടവും ഇരുത്തവും സംസാരവും പെരുമാറ്റവും എല്ലാം മക്കൾ പഠിക്കുകയാണ്. മക്കൾ ശരിക്കും റീഡ് ചെയ്യുന്നുണ്ട് നമ്മളെ, നമ്മൾ പോലും അറിയാതെ. ദേഷ്യം വരുമ്പോൾ നമ്മൾ ഏത് പ്രയോഗമാണോ പ്രയോഗിക്കുന്നത് ആ പ്രയോഗം കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അവന് ദേഷ്യം വരുമ്പോൾ അവനത് പറയും. പട്ടിയെന്നാണ് നമ്മൾ പറയണമെങ്കിൽ ഉറപ്പായും അവനത് പറയും. ദേഷ്യം വരുമ്പോൾ നമ്മുടെ മുഖത്തോക്കി തന്നെ അവൻ പറയും. അവനെ കുറേ തല്ലിയിട്ടും ഇടിച്ചിട്ടും കുത്തിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. മറിച്ച് പിന്നെയും അവന് ദേഷ്യം വരും, പിന്നെയും അത് അവൻ ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന പദങ്ങളും പ്രയോഗങ്ങളും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. അവന് ദേഷ്യം വരുമ്പോഴും അവന് ആ ഒരു അർത്ഥത്തിലുള്ള വികാര തലങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മോളോ മോനോ അത് തിരിച്ചു പ്രയോഗിക്കുകയും ചെയ്യും. എന്നിട്ട് പിന്നെ കുറേ കുട്ടിയെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ രംഗത്തുള്ള ശ്രദ്ധയും ഇടപെടലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ചുരുക്കം. മാത്രമല്ല, കുട്ടികളോടുള്ള പലപ്പോഴും രക്ഷിതാക്കളുടെ പെരുമാറ്റം വല്ലാത്തതാണ്. അഥവാ കുട്ടികളെ നന്മയിലേക്ക് മക്കൾക്ക് പ്രചോദനം നൽകുന്നതിന് പകരം അവനെ ഒരുതരം അവഗണിക്കുന്ന സമീപനം. അവൻ മണ്ടൻ, അല്ലെങ്കിൽ ഇവനൊന്നും പഠിക്കില്ല, ഇവളൊന്നും പഠിക്കില്ല. തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലെ കുട്ടിയുമായി തൻ്റെ മകനെ അളന്നു നോക്കുക. ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുമായി അളന്നു നോക്ക്. അവനെ നോക്ക്, എത്ര നന്നായി പഠിക്കുന്നു. അവളെ നോക്ക്, അവളെത്ര നന്നായി പഠിക്കുന്നു. നീ എന്താടാ ഇങ്ങനെ ഒരു മണ്ടൻ, നീ എന്താടി മോളെ ഇങ്ങനൊരു മണ്ടി എന്നുള്ള കോലത്തിലാണെങ്കിൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഇത്രയടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും എന്തേ എൻ്റെ രക്ഷിതാക്കൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു? ഇത് ആ കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കും. നന്മകളിൽ അവർക്ക് മാതൃകയാകണം നമ്മൾ. പക്ഷേ അവർ വളർന്നു വരാനുള്ള മേഖലകളെ തടയിട്ടുകൊണ്ട് അടിച്ച് ഇടിച്ച് പിന്നിലേക്ക് വലിക്കുന്ന ഒരു അവസ്ഥ, ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. കുട്ടികൾ പരിഗണന അർഹിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാവാം കുട്ടികൾ ഓടി വന്ന് നമുക്കിടയിൽ എന്തെങ്കിലും ഒന്ന് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെടുക. കുട്ടികൾ തമ്മിലുള്ള ചെറിയ കച്ചറാവാം, കുട്ടികൾ തമ്മിലുള്ള ചില സൗന്ദര്യ പണക്കങ്ങളാവാം. അതിനിടയിൽ ഒരു 2 തട്ട് കൊടുത്താൽ മാത്രം മതി, അവനെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ വിട്ടാൽ മതി. ഞാൻ വരാട്ടോ മോളെ എന്ന് ആ മോളോട് പറഞ്ഞാൽ മതി. ആ ഒരു പരിഗണന. പക്ഷെ അതുപോലും ആ പരിഗണന ലഭിക്കാത്തത് കൊണ്ട് ഇത്തരം ഇളം മനസ്സുകൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കി, ഈ അടുത്ത് നടന്ന ശ്രദ്ധേയമായ 2011 ജോൺസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എത്തിക്സിൻ്റെ ഒരു സംഘടനയാണ്. അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിൽ ആണ് അവരുടെ കേന്ദ്രം. ആ ഒരു ടീം നടത്തിയ പഠനം അമേരിക്കയിലെ 43,000 ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ അവർ നടത്തിയ പഠനം. ആ പഠന റിപ്പോർട്ടിലൂടെ അവർ പറയുന്നത് അമേരിക്കയിലെ ഈ 43,000 ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ 1/3 വിഭാഗം കുട്ടികൾ മോഷണം ചെയ്യുന്നവരാണ്, മോഷ്ടിക്കുന്നവരാണ്. മാത്രമല്ല 5/2 വിഭാഗം കുട്ടികൾ സമ്പാദിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ്. 10-8 കുട്ടികൾ കാര്യം നേടാൻ വേണ്ടി മാതാപിതാക്കളോട് കള്ളം പറയുന്നവരാണ്. മാത്രമല്ല ആ മൊത്തം കുട്ടികളിൽ പാതി കുട്ടികൾ തൻ്റെ കൂട്ടുകാരന്മാരെ ആക്രമിക്കുന്നതിൽ ഒരുതരം മാനസികമായ രസവും ആനന്ദവും കണ്ടെത്തുന്നവരാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമെന്ത് എന്നൊരു അന്വേഷണം നടക്കുകയാണ് അവിടെ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ എത്തിയത് ഒന്നാമത് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായ രംഗത്തെ വികലമായ നടപടിക്രമങ്ങൾ, 2 മാതാപിതാക്കൾക്ക് മക്കളുമായിട്ടുള്ള ബന്ധത്തിലെ പാളിച്ചകൾ, 3
ഇന്നത്തെ മീഡിയയും ഇൻ്റർനെറ്റും ടി വിയും അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ ചെലുത്തുന്ന വല്ലാത്ത ദുഷിച്ച സ്വാധീനം. ഈ 3 അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഈ മക്കളുടെ സ്വഭാവ രൂപീകരണത്തെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന തിരിച്ചറിവിലാണ് അമേരിക്കൻ സൊസൈറ്റി എത്തി നിൽക്കുന്നത്, അമേരിക്കയിലെ ബുദ്ധിജീവികൾ എത്തി നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലവർ കാര്യമായി പറഞ്ഞത്, ഒരു കുട്ടിയുടെ സ്വഭാവം വല്ലാതെ ദുഷിച്ചു പോവാൻ അല്ലെങ്കിൽ മോശമായി പോകുന്ന രംഗത്ത് അടിസ്ഥാന കാരണം അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കണമെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ താൻ ശ്രദ്ധിക്കപ്പെടണമെന്ന്, മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ താൻ ഉണ്ടാകണമെന്നത് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമാണ്. വിശപ്പ് പോലെ, വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം, നല്ല ഭക്ഷണം കിട്ടണമെന്നാണ് ആഗ്രഹം. പക്ഷെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് നല്ലതൊന്നും കിട്ടിയില്ലെങ്കിൽ അവൻ കിട്ടിയത് തിന്നും. അത് ഒരു പക്ഷെ പന്നിമാംസമാണെങ്കിലും ശരി, ലോകം വെറുക്കുന്ന ഭക്ഷണമാണെങ്കിൽ അവൻ തിന്നും. അവനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ലോകം വെറുക്കുന്ന സാധനമാണെങ്കിൽ അവൻ തിന്നേക്കാം, തിന്നു പോയേക്കാം. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ തൃഷ്ണയാണ്, ആഗ്രഹമാണ് പരിഗണിക്കപ്പെടണമെന്നത്. അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമെന്നോണം ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ്റെ മനസ്സിൻ്റെ ഒരു ദാഹവും വിശപ്പുമാണ് താൻ ശ്രദ്ധിക്കപ്പെടണം, താൻ പരിഗണിക്കപ്പെടണം, തനിക്ക് അർഹമായ പരിഗണന കിട്ടണമെന്നത്. നല്ല രീതിയിലുള്ള പരിഗണനയും നല്ല രീതിയിലുള്ള തലത്തിലുള്ള പരിഗണന അവന് ലഭിക്കാതിരിക്കുമ്പോൾ പിന്നെ ഏതെങ്കിലും മാർഗങ്ങൾ അവൻ സ്വീകരിച്ചേക്കാം. ആ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും കള്ളം പറച്ചലും അതേപോലെ അതിക്രമ നടപടിക്രമങ്ങളെല്ലാം എന്നുള്ള തിരിച്ചറിവിലേക്കാണ് കാര്യങ്ങൾ പോയി പോകുന്നത്. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ കുട്ടികളെ കണ്ടാൽ, ചെറിയ കുട്ടികൾ, ചെറിയ ആളുകൾ മുതിർന്നവർക്ക് സലാം പറയണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. പക്ഷെ പ്രവാചക മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കാണുമ്പോൾ പ്രത്യേകം അങ്ങോട്ട് പരിഗണിച്ചിരുന്നു എന്നാണ്. ആര്? സ്വർഗാവകാശിയായ അഷ്റഫുൽ ഖൽക്കായ അഷ്റഫുൽ ബഷറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളുടെയിടയിലേക്ക് അങ്ങോട്ട് ചെന്ന് വിവരങ്ങൾ തിരക്കി സലാം പറഞ്ഞ് അവരെ പരിഗണിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ പേരമക്കളെ തന്നിലേക്ക് അണച്ചു ചേർത്തി പിടിച്ച് അവരുടെ നെറുകയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്ക് മുന്നിൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മക്കളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കണു. മിമ്പറിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുക തൻ്റെ മദീനത്തെ പള്ളിയിലേക്ക് മുട്ടിലിഴഞ്ഞു വന്ന തൻ്റെ പേരമക്കളെ എടുക്കാനായി മിമ്പറിൽ നിന്ന് ഇറങ്ങി 2 കൈകളിൽ എടുത്ത് മിമ്പറിൽ കയറി 2 കൈകളിൽ ഹസനെയും ഹുസനെയും വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിവരന്മാരെ അഭിമുഖീകരിക്കുന്നു. തൻ്റെ പേരക്കിടാങ്ങളെ ചുംബിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നബിയെ കുട്ടികളെ ചുംബിക്കുക എന്ന് ചോദിച്ച കാട്ടറബിയോട് പ്രതികരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുകയായിരുന്നു തൻ്റെ മക്കളെ, മദീനയിലെ കുട്ടികളെ. ആ പരിഗണനയിൽ വളർന്നു വന്നവരാണ് ആ മക്കൾ. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിൽ എന്നും റോൾ മോഡൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. നിങ്ങൾ നോക്കി, ആ രംഗത്ത് പലപ്പോഴും നമ്മളൊരു ഹദീസ് കേട്ടിട്ടുണ്ട്. വലുത് ഒരു പ്രവാചകന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്ന ഒരു ചെറിയ കുട്ടിയോട് നബി പറഞ്ഞൊരു സംഭവം, സമ്മില്ല യാ ബുനയ്യ സമ്മില്ല വകുൽ മിമ്മ ബിയമീനിക്, നീ ബിസ്മില്ലാ പറഞ്ഞിട്ട് കഴിക്ക്, വലത് കൈ കൊണ്ട് തിന്ന്, നിന്റെ അടുത്ത് നിന്ന് നീ കഴിക്ക്. കാലങ്ങൾക്ക് ശേഷം ആ സഹാബിവരൻ പറയാണ്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞ ആ ഉപദേശം ഇന്നും ഞാൻ കാത്തു സംരക്ഷിച്ചു വരുന്നു, എൻ്റെ പ്രവാചകന്റെ സാരോപദേശത്തെ. അത്രയധികം സ്വാധീനിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു പ്രവാചകന് അന്നത്തെ ഇളം മനസ്സുകളെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇന്നത്തെ കുട്ടികൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇത്തരത്തിലുള്ള വല്ലാത്തൊരു പ്രധാന ഘടകം അവർ പരിഗണിക്കപ്പെടുന്നില്ല എന്നതും പരിഗണിക്കപ്പെടാൻ വേണ്ടി ഏതു മാർഗങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ, ഉമ്മ എന്ന നിലയിൽ നാം മക്കളെ പരിഗണിക്കേണ്ടതുണ്ട്. അർഹിക്കുന്ന തലത്തിൽ പരിഗണന അവർക്ക് നമ്മൾ ലഭ്യമാക്കേണ്ടതുണ്ട്, നൽകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ പ്രവാചകൻ തൻ്റെ പേരക്കുട്ടികളായി കളിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് വിളി കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? കുട്ടികളെല്ലാം തട്ടി മാറ്റിയിട്ട് പള്ളിയിലേക്ക് ഓടുകയാണോ നബി ചെയ്തത്? അല്ല. ഇളം മനസ്സിൽ, ആ മക്കളുടെ മനസ്സിൽ അങ്ങനെ ഒരു സമീപനം നബി സ്വീകരിച്ചിരുന്നുവെങ്കിൽ നല്ലൊരു കളിയായിരുന്നു. ഈ ബാങ്കാണ് അതൊക്കെ കൊളാക്കിയത് എന്നൊരു ചിന്ത പോലും തൻ്റെ പേരമക്കളുടെ മനസ്സുകളിൽ ജന്മം കൊള്ളാതിരിക്കാൻ ബാങ്ക് വിളിയാളം കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കളിയാണെങ്കിലും നിർത്തണം മക്കളെ
എന്നിട്ട് അള്ളാഹുവിൻ്റെ ഈ വിളിക്ക്, അല്ലെങ്കിൽ ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫല എന്ന വിളിക്ക് ഉത്തരം നൽകണം. ആ പേരമക്കളെയും കൂട്ടി റസൂലുള്ള പള്ളിയിലേക്ക്. എത്ര കൃത്യമായ സന്ദേശമാണ് നബി ആ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. സക്കാത്തിൻ്റെ മുതൽ വായിലിട്ടപ്പോൾ കുട്ടികളല്ലേ എന്ന് ലാഘവത്തോടെ തള്ളിക്കളഞ്ഞില്ല പ്രവാചകൻ. അങ്ങനെയാണ് ചില ആളുകൾ. കുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, എന്തും ചെയ്തോട്ടെ, നമ്മളൊക്കെ ഇപ്പോഴാണ് നന്നായി. പക്ഷെ ഇളം പ്രായം മുതലേ നന്മകൾക്ക് നേതൃത്വം നൽകാൻ, നന്മകളിൽ അവർക്ക് നിർദ്ദേശം നൽകാൻ നമുക്ക് കഴിയണം. നബി എന്തു ചെയ്തു? തുപ്പിക്കള. നബി കുടുംബത്തിന് ഇത് അർഹമല്ല, അവകാശപ്പെട്ടതല്ലെന്ന് നിനക്കറിയില്ല മോനെ. നോക്കി പ്രവാചകന്റെ സമീപനം. 7 വയസ്സായി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം, 10 വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. നബി ആകെ കുട്ടികൾ അടിക്കാൻ പറഞ്ഞത് ഈ ഒരു സംഭവത്തിലാണ്. അല്ലാതെ അല്ലറ ചില്ലറ വികൃതി കാണിച്ചതിൻ്റെ പേരിൽ കുട്ടികളെ പെരുതല്ല് തല്ലുന്ന ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയില്ല. വളരെ സൃഷ്ടിപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. ഈത്തപ്പഴം തിന്നപ്പോൾ കൊടുക്കായിരുന്നു അടി, നമ്മളാണെങ്കിൽ കൊടുക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കല്ലേ ചെയ്ത്, സ്നേഹത്തോടെ അണച്ച് ചേർത്ത് പിടിച്ച് ആ മകനെ, പേരക്കുട്ടിയെ തിരുത്തുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത്, തല്ലിത്തിരുത്തേണ്ടടുത്ത് തല്ലിത്തിരുത്തണം, തലോടി തിരുത്തേണ്ടടുത്ത് തലോടി തിരുത്തണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. തല്ലേണ്ടടുത്ത് തലോടിയാൽ, തലോടേണ്ടടുത്ത് ചിലപ്പോൾ തല്ലിയാൽ നമ്മൾ ഉദ്ദേശിച്ചൊരു പ്രതിഫലനമല്ല ഉണ്ടാവുക. അതേസമയം തല്ലേണ്ടടുത്ത് തല്ലണം, തല്ലേണ്ടടുത്തേ തല്ലാവൂ, തലോടേണ്ടടുത്ത് തലോടി തന്നെ തിരുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗത്ത് ഒരുപാട് പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും നമുക്കുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. നിങ്ങൾ നോക്കി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ, രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള മനസ്സുകൾ ഇണങ്ങുന്നതിന് പകരം പലപ്പോഴും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ദുരന്തം ഇന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായ, ഈ അടുത്ത കാലത്തുണ്ടായ ഒരുപാട് സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വരുന്നു, നമ്മുടെ ചുറ്റുപാടുകളിലൂടെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. പിതാവും മകനും തമ്മിലുള്ള ഒരു ചെറിയൊരു കശപിശ. എന്തേ പ്രശ്നം? ഒന്നുമില്ല. മകൻ വീട്ടിലേക്ക് വന്നപ്പോൾ TV ഇടാൻ പറഞ്ഞു, അച്ഛനിട്ടില്ല. അവൻ വീട് വിട്ടുപോയി, മകനെ കാണാനില്ല. അവൻ വീട് വിട്ട് ഉപേക്ഷിച്ചു പോയി. ഒരൊറ്റ പ്രശ്നം, TV ഇട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ. നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു, 2 സഹോദരിമാർ, ഒരു സഹോദരി മറ്റവളെ ഉറക്ക ഗുളിക കൊടുത്ത് അവസാനം കുത്തിക്കൊന്നു. എന്തേ? ഒരു പെൺകുട്ടിക്ക് വേണ്ടത് ഒരു ചാനൽ, മറ്റവൾക്ക് വേണ്ടത് വേറൊരു ചാനൽ. പ്രശ്നം രൂക്ഷമായപ്പോൾ ഇത് സ്ഥിരമാണ്. ഒടുവിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു? ഒരു സഹോദരി മറ്റവൾക്ക് ഉറക്ക ഗുളിക കൊടുത്തു. എത്ര കൊടുത്തിട്ടും ഇവിടെ ഉറങ്ങണില്ല. അവസാനം കത്തിയെടുത്തു കുത്തിക്കൊന്നും. എന്തേ? മറ്റേ ചാനൽ കാണാൻ വേണ്ടി. നമ്മൾ കാണുന്നു, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ജനലിൽ മാതാവിൻ്റെ സാരി എടുത്ത് കെട്ടി കഴുത്തിലിട്ട് കെട്ടി തൂക്കി മരണപ്പെട്ടു. എന്തേ? അതിനുള്ള പ്രചോദനമായത് അവനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ, അവൻ്റെ ചില വാശികൾ അംഗീകരിച്ചില്ല എന്ന്. ഈ കോലത്തിൽ മക്കൾ തുടങ്ങിയാലുള്ള അവസ്ഥ എന്താ? അതേപോലെ തന്നെ കണ്ണൂരിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വന്നു, ഇന്ന സ്കൂളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. പോലീസുകാരൊക്കെ നായ്ക്കളായിട്ട് പോയി, ബോംബ് സ്ക്വാഡൊക്കെ ആയിട്ട് പോയി, ഭയങ്കര പ്രശ്നം. കുട്ടികളെല്ലാം പുറത്തിറക്കി, രക്ഷിതാക്കളെല്ലാം പുറത്തിറക്കി. അവസാനം പിന്നെയാണ് ഒരു മാറ്റി ചിന്ത, ഇതെവിടുന്ന് ഫോൺ വന്നു എന്നുള്ള അന്വേഷണം നോക്കുമ്പോൾ ST ബൂത്ത് എന്നാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ അതേ സ്കൂളിൽ പഠിക്കണ 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കണ, 4ലോ 5ലോ പഠിക്കുന്ന ഒരു കുട്ടി, അവനാണ് ഫോൺ ചെയ്തത്. എന്തിനാടാ മോനെ ഇത് ചെയ്തത്? നാളെ പരീക്ഷയാണ്, ഞാൻ പരീക്ഷയ്ക്കൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അവനങ്ങനെ വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ചുറ്റുകളിൽ നടക്കുമ്പോൾ ഇന്നത്തെ മാധ്യമങ്ങൾ, ഇന്നത്തെ ഈ ചുറ്റുപാടുകൾ എന്തുമാത്രം നമ്മുടെ മക്കളെ, നമ്മുടെ പേരക്കുട്ടികളുടെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്ന കേരളത്തിൻ്റെ സുപ്രധാന മാധ്യമ പ്രതിനിധികൾ, അവർ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ കുമാരന്മാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ലൈഫ്? അടിച്ചുപൊളിയൻ ലൈഫാണ്. എന്തു പറയുന്നു നിങ്ങളുടെ കൗമാര പ്രണയങ്ങളും കൗമാര രംഗത്തെ രസങ്ങളും? അവർ പറഞ്ഞു, ഞങ്ങൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യർക്കിടയിൽ ഉണ്ടായിരുന്ന പിഴച്ച സംസ്കാരം, ആണും പെണ്ണും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വഴിവിട്ട തോന്നിവാസ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അവർ പറഞ്ഞു, ഞങ്ങൾ ജീവിതം അടിച്ചു പൊളിക്കുകയാണെന്നാണ്, ഞങ്ങളത് അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു പരിശോധന വേണമെന്ന് വരെ എത്തി നിൽക്കുന്ന കേരളീയ ഇന്നത്തെ സമൂഹം, ഇന്നത്തെ തലമുറ. ഇത് നേരെ രക്ഷിതാക്കളുടെ, അമ്മമാരുടെ, ഉമ്മമാരുടെ, അമ്മച്ചിമാരുടെ അടുത്ത് വേണ്ടി ഇതേ മാധ്യമ പ്രതിനിധികൾ ചോദിച്ചപ്പോൾ ഈ പറയുന്ന മാതാക്കൾ പ്രതികരിച്ചത്, അവർ
ഞങ്ങൾക്കൊന്നും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞത് അവർ ജീവിതത്തിൻ്റെ രസത്തുടിപ്പുകൾ അനുഭവിച്ച് ആസ്വദിക്കട്ടെ എന്നാണ് ഇന്നത്തെ മാതാപിതാക്കളുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്? ഈ ഒരു ദുരന്തമായി, ഇതൊരു വല്ലാത്ത ദുരന്തമായി നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ മക്കളുടെ മനസ്സിൽ കടന്നു വരുന്ന റോൾ മോഡൽ ആരാണ്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് താരം, ഒരു ക്രിക്കറ്റ് താരം, അല്ലെങ്കിൽ സിനിമാ താരം. സിനിമാ താരത്തിൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയോ, സ്പോർട്സ് താരത്തിൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയോ, അതിനനുസരിച്ച് പോകുന്നു കാര്യങ്ങൾ, അതിനനുസരിച്ച് പോകുന്നു ഡ്രസ് കോഡുകൾ, അതിനനുസരിച്ച് പോകുന്നു സംസാരവും ശൈലിയും നടത്തവും ഇരുത്തവും എല്ലാം വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ എന്തുകൊണ്ട് റോൾ മോഡലാക്കി പരിചയപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല? ആ രംഗത്ത് എന്തുമാത്രം അലസരും മടിയന്മാരുമാണ് നമ്മൾ. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് മകൻ അല്ലെങ്കിൽ മോൾ പാരായണം ചെയ്ത് കേൾപ്പിച്ചു തന്നാൽ അതിന് ആ കുട്ടിയെ പ്രചോദനം നൽകുകയും കുട്ടിയുടെ ആ ഇടപെടലിനെ, ആ കുട്ടിയുടെ ആ ഒരു തരം നന്മയെ, അതിന് ആവേശവും പ്രചോദനം നൽകി ഇടപെടുന്നതിന് പകരം കുട്ടി അതല്ലാത്തൊരു തരത്തിലുള്ള ഇന്ന് ഇറങ്ങുന്ന സംസ്കാരം തീരെയില്ലാത്ത ഒരു തരം ടൈപ്പ് വളരെ മ്ലേച്ഛാർത്ഥ താല്പര്യങ്ങളുള്ള ചില പാട്ടുകൾ പാടിയാൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന തലത്തിലേക്ക് ഇന്നത്തെ രക്ഷിതാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ളൊരു വസ്തുതയാണ്. മാത്രമല്ല, ഈ അടുത്ത് 4ാം ക്ലാസ് പഠിക്കണ ഒരു കുട്ടിയുടെ നോട്ട് ബുക്കിന്ന് ലവ് ലെറ്റർ പിടിച്ചു. BEd ട്രെയിനിങ്ങിന് പോയ ഒരു ട്രെയിനിയാണ്, ടീച്ചർ ട്രെയിനിയുടെ കയ്യിലാണ് ഇത് കിട്ടി. അന്വേഷിച്ച് നോക്കണ സമയത്ത് ഈ ചെറുക്കൻ പറഞ്ഞു, ടീച്ചർ ഇത് ഞാൻ എഴുതിയതല്ല. അവൻ കരയാൻ തുടങ്ങി. പിന്നെ ആരാടാ? അത് അവൾ എഴുതി തന്നാണെന്ന്. 4ാം ക്ലാസ് പഠിക്കണ മറ്റൊരു പെൺകുട്ടി എഴുതി കൊടുത്തു. അപ്പോൾ ആ കുട്ടി അങ്ങനെ ഒരു മുട്ടായൊക്കെ കൊടുത്ത് സോപ്പിട്ട് ചോദിച്ച സമയത്ത് കുട്ടീന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കുട്ടി വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ എന്നും മാപ്പിളപ്പാട്ട്, മാപ്പിള ആൽബം സോങ്ങുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഞാനില്ല നീയില്ല, നീയില്ല ഞാനില്ല എന്നുള്ള പാട്ടാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത്. അതും താനി നാടൻ മലയാളത്തിൽ ഇജ്ജിൻ്റെ കരലാണെന്നുള്ളതിലെ ഖാ ഒക്കെ വേറെ ഖാ ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ കുട്ടികൾ പഠിക്കുന്നു, കാണുന്നു. ഇത് ഈ പേപ്പറുകളിൽ പകർത്തുമ്പോൾ ഈ ഒടുക്കത്തെ മാപ്പിള ആൽബം സോങ്ങുകൾ ഇളം മനസ്സുകളെ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ എല്ലാം ധാരണ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്തോ അള്ള കൂലി തരുന്ന സാധനമാണെന്നും മനസ്സിലാക്കുന്ന ഒരു വല്ലാത്ത ദുരന്തമുണ്ട്. മാപ്പിള എന്ന് കണ്ട എല്ലാം കൂലിയിട്ടുന്ന കാര്യമാണെന്നുള്ള ഒരവസ്ഥ. ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ളൊരു വസ്തുതകളാണ്. എന്നാലോചിച്ച് നോക്കി, ഈ ഒരു അവസ്ഥയുണ്ട്, ഇത്തരം ഒരു ദുരന്തമുണ്ട്. മാത്രമല്ല, ഇന്ന് കേരളത്തിലോ ലോകത്തിറങ്ങുന്ന ഏത് ബോളിവുഡ്, ഹോളിവുഡ്, കോളിവുഡ് ഫിലിമുകളാകട്ടെ, അതിൽ ആരാണ് ഹീറോ, ആരാണ് അതിൽ വില്ലൻ? നമ്മൾ മനസ്സിലാക്കണം, പ്രേമല്ലാത്ത, ഇത്തരത്തിലുള്ള പ്രണയമില്ലാത്ത ഒരു ഫിലിമുകളും സീരിയലുകളും ഇറങ്ങണില്ല. അത് എവിടെയാണെങ്കിലും, കോളിവുഡ് ആണെങ്കിലും ബോളിവുഡ് ആണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും. ഒടുവിൽ അതിൽ പലപ്പോഴും ഹീറോ ആയി മാറുക, എന്നാലും വന്ന് ചെറുക്കനാവാം. അതേസമയം അതിൽ വില്ലനാകുന്നത് തൻ്റെ മകളെ സംരക്ഷിച്ചു വളർത്തിയെടുത്ത വാപ്പ അല്ലെങ്കിൽ സഹോദരൻ, ആങ്ങള. ഇവരാണ് പലപ്പോഴും വില്ലൻ കഥാപാത്രങ്ങളാകുന്നത്. ഈ വില്ലൻ കഥാപാത്രങ്ങളെ ഹീറോ അവസാനം അടിച്ച് ഇടിച്ച് ബോംബ് പൊട്ടിച്ച് കത്തിയെടുത്ത് കുത്തി കൊന്ന് നശിപ്പിക്കുന്നതോടുകൂടെ ഫിലിം കഴിഞ്ഞു. ഈ ഒരു സന്ദേശമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാര യൗവനങ്ങളിൽ ഈ ഫിലിമുകൾ പകർന്നു നൽകുന്നത്. ഇത് കണ്ട ആവേശം കൊണ്ട് നമ്മുടെ മക്കൾ അതിനിറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ ആരെ പ്രതിക്കൂട്ടിൽ നിർത്തണം? അതിനുള്ള എല്ലാ ചുറ്റുപാടുകളും അവസരങ്ങളും സാധ്യതകളും സാഹചര്യങ്ങളും അവർക്ക് മുന്നിൽ തുറന്നു കൊടുത്ത നമ്മൾ ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്? എന്നിട്ട് വാവിട്ട് നിലവിളിച്ച് തലതല്ലി കരഞ്ഞിട്ട് എന്തു ഫലം? ഇതെല്ലാം നമുക്കിടയിലുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്ന നന്ന്. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മാതൃക രക്ഷിതാക്കളാകാൻ, എല്ലാ അർത്ഥത്തിലും നന്മയുടെ മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്, ഈ TV-യിൽ കാണുന്ന അതിക്രമ രംഗങ്ങൾ കണ്ടു വളരുന്ന കുട്ടികളിലാണ് പലപ്പോഴും അക്രമ വാസനകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കി, ഇന്ന് കുട്ടികളുടെ മാനസിക നിലവാരം പോലും, മുമ്പെല്ലാം നമ്മുടെ ചെറുപ്പങ്ങളിലെല്ലാം നമ്മൾ മാക്സിമം കളിക്കുക ഈ മറ്റേ തേങ്ങൻ്റെ ചിരട്ട കൊണ്ട് പുട്ടുണ്ടാക്കി കളിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കളികൾ. പക്ഷെ അതിൽ പോലും കള്ളനും പോലീസും ഉള്ള കളികളിൽ പോലും അതിൻ്റെതായ ഒരു രസവും അതിൻ്റെതായ ഒരു ലാളിത്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നങ്ങനല്ല. ഇന്നൊരു കുട്ടിക്കൊരു കളിപ്പാട്ടം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ചോദിക്കണത് AK-47 ചോദിക്കണത്. അവൻ ചോദിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ്. വെടിയും കുത്തും ബോംബും ഒരു പ്രശ്നമേ അല്ലാത്തൊരു മാനസികാവസ്ഥകളിലേക്ക് ഇന്നിൻ്റെ മനസ്സുകൾ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നു. ഇന്നിറങ്ങുന്ന സീരിയലുകൾ, നീണ്ട നെടുനീളൻ സീരിയലുകൾ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളെയും രക്ഷിതാക്കളെയും സ്വാധീനിക്കുന്നുണ്ട്. മകൻ്റെ ആവശ്യങ്ങൾ, മകളുടെ ആവശ്യങ്ങൾ കേൾക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ല. ഇതിൻ്റെ മുന്നിൽ സമയങ്ങൾ ഒരുപാട് ചെലവഴിക്കപ്പെടുന്നു. മാത്രമല്ല, സീരിയലിലെ കഥയും തിരക്കഥയും അനുസരിച്ച് തൻ്റെ ജീവിതത്തെയും തൻ്റെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും രക്ഷിതാക്കളുടെയും അമ്മായിയമ്മയുടെയും അമ്മോശൻ്റെയും ജീവിതത്തെ വരയ്ക്കുകയും ആ രീതിയിൽ നോക്കിക്കാണുകയും ചെയ്യുമ്പോൾ കുടുംബം തകരാൻ വേറെ എവിടെയും പോണ്ട. ഇതെല്ലാം നമുക്കിടയിലുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, അതോടൊപ്പം തന്നെ അമേരിക്കൻ അക്കാഡമി ഓഫ് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് സൈക്കാട്രി എന്ന സംഘടന മുന്നോട്ട് വെച്ച ചില വസ്തുതകളുണ്ട്. അഥവാ ഈ മീഡിയകൾ ചെലുത്തുന്ന വല്ലാത്ത ദുഷിച്ച സ്വാധീനം വഴി സമൂഹത്തിൽ ചെറുപ്പക്കാരാണ് മാതൃകയുള്ളവർ, മറിച്ച് പ്രായമുള്ള അല്പം പ്രായക്കൂടുതലുള്ള ആളുകളിലൊന്നും പഠിക്കാനും മാതൃകയിൽ അവർ വളരെ മോശപ്പെട്ടവരാണെന്നുള്ള വല്ലാത്ത ചിന്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ചില സിനിമകളും ഇന്നിറങ്ങുന്ന മീഡിയകളിലൂടെ നടക്കുന്ന പല രംഗങ്ങളും എന്നവർ തുറന്നു സമ്മതിക്കുന്നു. മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ 1989 പഠന റിപ്പോർട്ട് അനുസരിച്ച് അവിടങ്ങളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും 8000 കൊലപാതക രംഗങ്ങൾ ആ കുട്ടി കണ്ടിട്ടുണ്ടാവും ടി വിയിലൂടെ. ഏറെക്കുറെ അവൻ ഹൈസ്കൂൾ കഴിയുമ്പോഴേക്കും 25,000-ത്തിലധികം ഇതുപോലുള്ള ക്രൂരമായ രംഗങ്ങൾ അവൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. മണിക്കൂറുകളോളം, ഒരുപാട് മണിക്കൂറുകൾ ഇതിൻ്റെ മുന്നിൽ ചെലവഴിച്ചിട്ടുണ്ടാവുന്നതാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പുറത്തിറക്കിയ ശ്രദ്ധേയമായൊരു പഠനത്തിൽ 1950കളിൽ കടന്നു വരുമ്പോൾ, ദൃശ്യമാധ്യമങ്ങൾ കടന്നു വരുമ്പോൾ എന്തായിരുന്നു ലോകത്തിൻ്റെ അവസ്ഥ, ഇന്നുള്ള ആ രംഗത്തുള്ള ഇന്നത്തെ കുട്ടികളുടെ മാനസികാവസ്ഥയും നിലവാരവും നോക്കുമ്പോൾ വളരെ മോശവും വളരെ വികൃതവും വളരെ വികലവും പുഴുക്കുത്തും നിറഞ്ഞൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോയിട്ടുണ്ടെന്നാണ്. 1994 നാഥാൻ മാഡ്സൺ എന്നൊരു കഥ, ഒരു വ്യക്തി, ഒരു ചെറിയ ചെറുക്കൻ, അവൻ തൻ്റെ സ്റ്റെപ്പ് മദറിനെയും അതേപോലെ തന്നെ സിസ്റ്ററിനെയൊക്കെ കൊന്നത് നാച്ചുറൽ ബോൺ കില്ലേഴ്സ് എന്ന ഫിലിം കണ്ടിട്ട് അതേപോലെ ചെയ്യുകയും ചെയ്ത് തല മുട്ടയടിച്ച് സൺഗ്ലാസ് വെച്ച് എങ്ങനെയാണോ അതിലെ കഥാപാത്രം ഓരോ കൊലയും നടത്തിയത് അതേപോലെ തൻ്റെ സ്റ്റെപ്പ് മദറിനെയും സിസ്റ്ററിനെയും അറുകൊല ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോണു. ഇതെല്ലാം വല്ലാത്ത ദുരന്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ന് യുവതികൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളിൽ പോലും ദീനനുസരിച്ച് മതബോധമുള്ളവരായി വളരെ കൃത്യമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിന് പകരം ഇസ്ലാമികമായ പരിധിയിൽ നിന്നും പരിധിക്കകത്ത് നിന്നുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ പുറത്തു ചാടിക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങളുണ്ട്. ഇന്ന് നമുക്കിടയിൽ ഇറങ്ങുന്ന ആനുകാലികങ്ങൾ എടുത്തു നോക്കി, അതേപോലെ ചില ചാനൽ ചർച്ചകൾ എടുത്തു നോക്കി, ചില ചാനൽ ചർച്ചകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമികമായ വേഷവിധാനത്തിലും ഇസ്ലാമികമായ സംസ്കാരത്തിലും അകത്ത് നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെങ്കിൽ, ആൺകുട്ടിയെങ്കിൽ അവൻ ബാഡ് മുസ്ലിമാണ്. അതേസമയം അവളുടെ പേര് മാത്രമേ മുസ്ലിമുള്ളൂ, പേരിൽ മാത്രം അവൻ മുസ്ലിമാണ്. അവൻ്റെ കർമ്മ വിശ്വാസാചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ ഒന്നും അതില്ലെങ്കിൽ അവനാണ് ലോകത്തിൻ്റെ മുന്നിൽ ഗുഡ് മുസ്ലിം. ഇങ്ങനെ വല്ലാത്തൊരു ഇടപെടലാണ് ഇന്നത്തെ സാഹിത്യ ലോകം, ഇന്നത്തെ മാധ്യമ ലോകം വളരെ ആസൂത്രിതമായി സാമ്രാജ്യത്വ കുത്തകകളുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം താൻ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ അകത്തു നിൽക്കുന്നു എന്നത് അവളുടെ മനസ്സിൽ തന്നെ ഒരു വല്ലാത്ത അപകർഷതാബോധം സൃഷ്ടിക്കുകയും മറിച്ച് തെറിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ എന്തിനേയും ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്ലാം നിശ്ചയിച്ച സകല പരിധികളെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പെൺകുട്ടികൾ വളരുകയും പെൺകുട്ടികൾ ഉയരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാ അർത്ഥത്തിലും സ്ത്രീസ്വാതന്ത്ര്യത്തിന് മധുരം ഒരു പെൺകുട്ടി അനുഭവിക്കുന്നുള്ളൂ എന്ന് വരുത്തി തീർക്കുകയും ആ തലത്തിൽ പെൺമനസ്സുകളെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ വളരെ ആസൂത്രിതമായി ചെയ്യുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ സംസ്കാരവും തനിമയും നിലനിർത്തിക്കൊണ്ട് ഇടപെടുക തന്നെ ചെയ്യേണ്ടതുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് മുന്നിൽ മാതൃകയുള്ള രക്ഷിതാക്കളാകാൻ നമുക്കാവണം. നമ്മുടെ നമസ്കാരമാണെങ്കിലും നമ്മുടെ നോമ്പാണെങ്കിലും നമ്മുടെ സംസാരമാണെങ്കിലും നമ്മുടെ പെരുമാറ്റങ്ങളാണെങ്കിലും നമ്മുടെ മക്കൾ നമ്മളെ റീഡ് ചെയ്യുന്നു, നമ്മളെ വായിക്കുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹ് തൃപ്തിപ്പെടുന്ന നന്മകളാകണം നമ്മുടെ നാവിൻ തുമ്പിലൂടെ പുറത്തു വരേണ്ടത്. അള്ളാഹ് തൃപ്തിപ്പെടുന്ന നന്മകളാകണം നമ്മളിലൂടെ പ്രകടമാകേണ്ടത്. മാത്രമല്ല, കുടുംബരംഗത്ത് എന്തെങ്കിലും സൗന്ദര്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചില കശപിശകൾ ഉണ്ടാവുമ്പോൾ അത് പലപ്പോഴും കുട്ടികൾക്കിടയിൽ വെച്ച് തീർക്കുന്ന ആ രംഗത്ത് തീരെ പക്വതല്ലാത്ത ചില ദമ്പതികൾ,
അങ്ങനെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുന്നിലാണ് ഈ പറയുന്ന കച്ചറ നടപടിക്രമങ്ങളിൽ രക്ഷിതാക്കൾ ഏർപ്പെടുന്നതെങ്കിൽ അങ്ങനെ വളരുന്ന കുട്ടികളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു മാത്രമല്ല, വളർന്നു വരുന്ന ക്രിമിനൽ രംഗങ്ങളിലേക്ക് കടന്നു വന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ ഇന്നലകളിലെ ജീവിതം അന്വേഷിക്കുമ്പോൾ അവരുടെ ചെറുപ്പകാല ജീവിതം ദുരന്തപൂർണമായിരുന്നു. സമാധാനം നശിച്ച ജീവിതമായിരുന്നു അവരുടേത്. കാരണം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഈ അടിക്കും ഇടിക്കും ബഹളത്തിനും ഇടയിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട വല്ലാത്ത ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന മനസ്സിനുടമകളായിരുന്നു. അങ്ങനെയുള്ള മനസ്സിലൂടെ കടന്നു വരുന്ന മക്കൾ ഈ വല്ലാത്ത ക്രിമിനൽ രംഗങ്ങളിലേക്ക് പോയി പോകുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ പിഴച്ചു പോവാതിരിക്കാൻ, നമ്മുടെ മക്കൾ ക്രൂരന്മാരാവാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടാവാതിരിക്കാൻ, മക്കൾക്ക് മുന്നിൽ, ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയുള്ള രക്ഷിതാക്കളാകാൻ, മാതൃകയുള്ള ദമ്പതികളാകാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. മാത്രമല്ല, വിശ്വാസരംഗത്ത്, ആദർശരംഗത്ത്, ആചാരാനുഷ്ഠാന കർമ്മരംഗങ്ങളിൽ എന്നും വിശ്വാസികൾക്ക്, വളർന്നു വരുന്ന മക്കൾക്ക് മാതൃകയാകാനും നമുക്ക് കഴിയണം. ഈ അടുത്ത് നമുക്കിടയിൽ തന്നെ എന്നും ജമാഅത്ത് നമസ്കാരങ്ങളിൽ തൻ്റെ മകനെ വിളിച്ചു കൊണ്ടുപോകുന്ന, കൈപിടിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു പ്രവർത്തകൻ, എല്ലാ ദിവസവും സുബഹിക്ക് വരെ ആ ഉപ്പാൻ്റെ കൂടെ ആ മകൻ പോകും. സ്കൂളിലെ സമയത്ത് കഴിയില്ല, അതല്ലാത്ത സമയങ്ങളിലെല്ലാം ഉപ്പാൻ്റെ കൂടെ പള്ളിയിൽ ജമാഅത്തിന് ആ മകനുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ പയ്യൻ, ചെറുപ്പക്കാരനാണ് പിതാവും. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചവരെല്ലാം ഉറങ്ങി. രാവിലെ നേരത്തെ തഹജ്ജുദിന് എഴുന്നേൽക്കും വാപ്പ, ഉമ്മയും എഴുന്നേൽക്കും. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് സുബഹി ബാങ്ക് കൊടുത്ത ഉടൻ റവാത്തിബ് നമസ്കരിച്ച് ഒരു 10 മിനിറ്റ് കട്ടിലിൻ്റെ മൂലയിൽ ഇങ്ങനെ ചാരിയിരിക്കൽ പതിവാണ് ആ പിതാവിന്. അങ്ങനെ ആ സമയമാവുമ്പോഴേക്കും മകൻ വരും, ഉപ്പാനൊന്ന് തൊട്ട് വിളിക്കും. ഉറങ്ങിയിട്ടുണ്ടാവില്ല, ചെറിയൊരു ചാരൽ മാത്രം. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോകും. ഇത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നന്മ. ഒരു ദിവസം ഇതുപോലെ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് ബാങ്ക് വിളി കേട്ട് റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ച് ആ കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന ഉപ്പ, മകൻ വന്ന് ഉപ്പാനെ തട്ടി വിളിക്കുകയാണ്, ഉപ്പ പോവാ. ഉപ്പാനങ്ങണില്ല, ഒരു പ്രതികരണം ഉപ്പയിൽ നിന്ന് കേൾക്കണില്ല. കുറേ തവണ കുലിക്ക് വിളിച്ചു, ഉപ്പ എണീക്കണില്ല. മാതാവ് വന്നു, ഉമ്മ വന്നു, അവരുടെ ഭാര്യ വന്നു, വിളിച്ചു നോക്കി തൻ്റെ പ്രിയതമനെ, ഇല്ല. എന്നേക്കുമായി അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് വിട പറയുകയാണ്. പക്ഷേ നമ്മളറിയണം, അന്ന് സുബഹി ജമാഅത്തിന് ആ കുട്ടി ആ പള്ളിയിൽ പോയി. സുബഹി ജമാഅത്തിന് പിറ്റേന്നും ആ കുട്ടി സുബഹി ജമാഅത്തിന് പോയി, വാപ്പല്ലാതെ. ഇന്നലകളിലെന്നും വാപ്പാൻ്റെ വിരൽ പിടിച്ചു പോയ ആ മകൻ പിറ്റേന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ആ മകൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മനസ്സുകളിൽ ആ വാപ്പ ഉണ്ടാക്കി കൊടുത്ത മാതൃക, ആ ഉപ്പ മരിച്ചാലും വെറുതെ അല്ലല്ലോ നബി പറഞ്ഞ്, വലതുൻ സാലിഹുൻ യദ്ഉല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? സ്വാലിഹായ സന്തതിയുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടും. നമുക്ക് ബാക്കിയാകുന്നത് അതൊക്കെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ നന്മയിൽ മാതൃകയാകാൻ, ഈ ഒരു ആദർശത്തെ പകർന്നു കൊടുക്കാൻ, ആ ഒരു ബോധത്തോടെ നമ്മുടെ മക്കൾ വളരണമെങ്കിൽ ആ ഒരു ആദർശ പ്രതിബദ്ധതയും മാതൃകയും നമ്മളിലുണ്ടാവണമെന്നാണ് ചുരുക്കം. വളരെ പലപ്പോഴും നിസ്സാരമെന്ന് കരുതും നമ്മൾ. കുട്ടികളല്ലേ, ഉറങ്ങിക്കോട്ടെ, രാത്രി വളരെ വൈകിട്ടല്ലേ ഉറങ്ങിയത്, കുറേ ഹോംവർക്കുകളൊക്കെ ചെയ്താണ്ടാവും, ഉറങ്ങിക്കോട്ടെ തൻ്റെ മകൻ. അല്ലെങ്കിൽ ഭർത്താവ് വളരെ വൈകിട്ടാണ് റൂമിലെത്തിയത്, സുബഹി ജമാഅത്തിന് സമയമായി, ഉറങ്ങിക്കോട്ടെ എന്ന വല്ലാത്ത സ്നേഹം കാണിക്കുന്ന ചില ഭാര്യമാരും ചില ഉമ്മമാരും ചില വാപ്പമാരും. അങ്ങനെയാവരുത്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. സുബഹിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ ആദരണീയരായ മലക്കുകൾ പള്ളിയിൽ വരുന്നുണ്ടാണ്. ഓരോ ദിവസവും സുബഹിക്കും അസറിനും അള്ളാഹുവിൻ്റെ ആദരണീയരായ മലക്കുകൾ കടന്നു വരുന്നുണ്ട്. സുബഹിക്ക് വന്നൊരു ടീം മലക്ക് പിന്നെ തിരിച്ചു പോകുന്ന അസറിനാണ്. അസറിന് വരുന്നൊരു ടീം മലക്ക് പിറ്റേന്ന് സുബഹിക്കാണ് തിരിച്ചു പോവുക. അങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്ന മലക്കുകളോട് അള്ളാഹ് ചോദിക്കും, ആരൊക്കെയുണ്ട് പള്ളിയിൽ? മലക്കുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയും, ഇന്ന ആളുകൾ. റബ്ബിനറിയാം അത് ആരൊക്കെയാണ്, ഏറ്റവും നന്നായി നമ്മളെക്കാൾ അറിയുന്നവൻ. പക്ഷെ മലക്കുകളിലൂടെ അറിയണമെന്നുള്ള റബ്ബിൻ്റെ തീരുമാനം. മലക്കുകൾ പറയും ഇന്ന ആളുകൾ. അപ്പം അള്ളാഹ് പറയും എൻ്റെ അടിമകളാണ് അവർ എന്ന് പറഞ്ഞ് അള്ളാഹു ആദരണീയരായ മലക്കുകൾക്കിടയിൽ വെച്ച് അഭിമാനം കൊള്ളും നമ്മളുടെ കാര്യം പറഞ്ഞിട്ട്. അതിന് നമ്മൾ സുബഹി ജമാഅത്തിന് പള്ളിയിലുണ്ടാവണം. ജമാഅത്ത് നമസ്കാരങ്ങൾ ആ ഒരു മനസ്സോടുകൂടെ കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഉറക്കത്തിൽപ്പെടാം, മനുഷ്യനെന്ന നിലയിൽ പെട്ടേക്കാൻ പൊട്ടുപോവാം, പക്ഷേ എന്നും ഒരു ഏർപ്പാടായി കൊണ്ടടക്കാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ്, രാത്രി 12 മണിക്ക് 1 മണിക്കാണ് നമ്മൾ ഉറങ്ങുക. സുബഹി പലപ്പോഴും 4 മണിക്കാണ്. പല സുബഹിയും സ്ഥിരമായി സുബഹി അടിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അടിച്ചു പോകലാണ്. എന്നെങ്കിലും ഉറക്കത്തിൽ പെട്ടേക്കാം, ചിലപ്പോൾ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈകാം, സ്വാഭാവികം മനുഷ്യരെന്ന നിലയിൽ. പക്ഷേ ശ്രദ്ധിക്കുകയും ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിതെന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്നില്ല എങ്കിൽ പലപ്പോഴും പലതും നമ്മൾ കൊടുക്കുന്നു. ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ വാരിക്കോരി കൊടുക്കാൻ എത്ര പണവും ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മുടെ മക്കൾക്ക് ഖുർആനും ദീനും ഹദീസും ഇസ്ലാമിനെയും അറിയാനും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി എന്തുമാത്രം നമ്മൾ തൽപരരാണ്, എന്തുമാത്രം അതിനുള്ള മനസ്സ് നമുക്കുണ്ട്, എന്തുമാത്രം നമുക്ക് ആ രംഗത്ത് ആഗ്രഹമുണ്ട്, എന്തുമാത്രം നമുക്ക് ആ രംഗത്ത് താല്പര്യമുണ്ട്. വളരെ ഗൗരവമാണ്. പലതിനും താല്പര്യം നമുക്കുണ്ട്. പക്ഷേ ദീനിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ അലംഭാവും അലസതയും കാണിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോയി പോകരുത്. അതുകൊണ്ട് നമ്മുടെ മദ്രസകൾ സജീവമാവണം, നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾ സജീവമാവണം, നമ്മുടെ ഹദീസ് ക്ലാസ്സുകൾ സജീവമാവണം. കുട്ടികളെ നന്മയിലേക്ക് വളർത്തിയെടുക്കുന്ന എല്ലാ നന്മകളിലും കൂടെ നിൽക്കാനും ആ നന്മകൾ അധിഷ്ഠിതമായ സംരംഭങ്ങളിൽ ഒന്നും സാക്ഷികളാകാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വരുന്ന ദുരന്തത്തെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞു, റബ്ബന അരിനല്ലദൈനി അവല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത ഖദാമിന ലിയകൂന മിനൽ അസ്ഫലി. അവർ പറയും, നിഷേധികളായ ആളുകൾ, പിഴച്ചുപോയ ആളുകൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടും, പടച്ച റബ്ബേ ഞങ്ങൾക്ക് കാണിച്ചതാ ഞങ്ങളെ പിഴപ്പിച്ച ജിന്ന് മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളെ, ഞങ്ങൾ അവരെ ഞങ്ങളുടെ കാൽ കീഴിലിട്ട് ചവിട്ടട്ടെ, അങ്ങനെ ഞങ്ങൾ അവരെ അധമന്മാരുടെ കൂട്ടത്തിലേക്ക് ആക്കട്ടെ എന്ന് നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു ദുരന്തം ഉണ്ടാകരുത്. മക്കളുടെ ചവിട്ട് കിട്ടേണ്ട ദുരന്തം നാളെ പരലോകത്ത് നമുക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ ഒരു തിരിച്ചറിവോടുകൂടെ സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ ആ രംഗത്ത് ഗൗരവത്തോടെ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. സ്വന്തത്തെ നരകത്തിൽ നിന്ന് കാക്കണമേ, നിങ്ങളുടെ മക്കളെയും എന്ന് അള്ളാഹു നമ്മെ താക്കീത് ചെയ്യാൻ. അതുകൊണ്ട് നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ പോലും തൻ്റെ മകൻ തൻ്റെ മകളുടെ ദീനിൻ്റെ അവസ്ഥ എന്തെന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം. അവൻ്റെ വിശ്വാസാചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ അവൻ എങ്ങനെ മികവ് പുലർത്തുന്നു എന്ന് അന്വേഷിക്കാൻ നമുക്കാവണം. ക്യാമ്പസുകളിൽ പഠിക്കുന്ന, അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് ആയ നമ്മുടെ കുട്ടി, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന, BBA പഠിക്കുന്ന, MBA പഠിക്കുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്സ് കോളേജിലുള്ള നമ്മുടെ മകൻ്റെ മകളുടെ അവസ്ഥ എന്ത്, അവളുടെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ആരൊക്കെ, എങ്ങനെയുണ്ട്, അവൻ ദീനിനോടുള്ള അവൻ്റെ നിലപാടുകളും സമീപനങ്ങളെല്ലാം എന്ന് ചോദിക്കാനും അറിയാനും നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് ഇന്ന് നാട്ടിൽ പലപ്പോഴും നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ വരെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളൊക്കെ കേരളത്തിലെ ഇന്ന് പല മാനസിക രോഗ ആശുപത്രികളിലാണ്. ഒരു സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ എനിക്കും ചില കാര്യങ്ങൾ അറിയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ മക്കൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെ. പലപ്പോഴും നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ കാണാം, വിദേശ മദ്യ ഷോപ്പിൻ്റെ മുന്നിൽ വമ്പൻ ക്യൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടി ഫോർവേഡാണ്. അവരിന്ന് പെയിൻ കില്ലേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലഹരി കണ്ടെത്തുന്നത്. പെയിൻ കില്ലേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, അത് പ്രത്യേക അനുപാതത്തിൽ കഴിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോണു. നമ്മൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത സാധനങ്ങളിൽ ലഹരിയുടെ ഒരു ഉന്മാദം അനുഭവിക്കാൻ വേണ്ടി ആളുകൾ, കുട്ടികൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സാധനങ്ങളുടെ പേരുകൾ പറയാൻ മടിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി അതൊന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാമല്ലോ എന്ന ചിന്ത പോലും ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. വളരെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വസ്തുക്കളിലൂടെ ലഹരിയുടെ ഉന്മാദം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ. ഇതെല്ലാം ഒരു വസ്തുതയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, പരലോക മോക്ഷം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇഷ്ടവും സ്നേഹവുമാണെങ്കിൽ അവരുടെ ജീവിത നടപടിക്രമങ്ങളെ വളരെ സൃഷ്ടിപരമായി നോക്കിക്കണ്ട് ഇടപെടാൻ കഴിയണം. എന്നാൽ എന്നും ഒരു വല്ലാത്ത കുറ്റവാളിയെ കാണുന്നത് പോലെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ തുറിച്ചു പൂർത്ത് നോക്കി അവനുള്ള സമാധാനം നശിപ്പിക്കണോ കോലത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക്, ഒരു മോണിറ്ററിങ്ങിലേക്ക് നമ്മൾ പോകരുത്. എന്നാൽ വളരെ പാകതയോടെ ഇടപെട്ട് നന്മയിലേക്ക് വെളിച്ചം നൽകാനും നന്മക്ക് മുന്നിൽ നിൽക്കാനും മാതൃകയാകാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നത് ആ ഒരു തലത്തിൽ തന്നെ അതിനെ നമ്മൾ നോക്കിക്കാണുക. ആ ഒരു തലത്തിലുള്ള ഇടപെടലുകളും നന്മകളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഞാൻ നിർത്തുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്തതികളും നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം,
അള്ളാഹുവിങ്കലാണ് ഏറ്റവും ഉത്തമമായ മഹത്തായ പ്രതിഫലമുള്ളത്. ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതിഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും. നിങ്ങൾ സാധ്യമാം വിധം അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ്റെ കൽപ്പനകളെ ശ്രദ്ധിച്ച് കേൾക്കുകയും അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ഖൈറുകൾ ചെയ്യുക, ഗുണകരമായ നിലയിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിൻ്റെ ഒരു തരം പിശുക്കിൽ നിന്ന്, മനസ്സിൻ്റെ ഒരു തരം സ്വാർത്ഥതയിൽ നിന്ന്, മനസ്സിൻ്റെ ഒരു തരം കുശുമ്പിൽ നിന്ന് ആർക്കാണോ ആത്യന്തികമായി രക്ഷപ്പെടാനാവുക അവൻ തന്നെയാണ് ആത്യന്തികമായ വിജയി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നന്മകളിൽ മുന്നിൽ നിൽക്കുക, മാതൃകാ രക്ഷിതാക്കളാവുക. നമ്മൾക്കുമുണ്ട് ഉപ്പയും ഉമ്മയും, അവർക്ക് മുന്നിൽ നല്ല മക്കളാകാനും നമ്മുടെ മക്കൾക്ക് മുന്നിൽ നല്ല രക്ഷിതാക്കളാകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയെല്ലാം പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കുക, പ്രവാചക ജീവിതത്തെ അറിയുക, പ്രവാചകൻ്റെ ജീവിതവും ശ്രേഷ്ഠരായ സഹാബിവര്യന്മാരുടെ ജീവിതവും നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പല കഥകളും കാർട്ടൂണുകളും പലതും നമ്മൾ കാണാനും കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഒരുപാട് സമയങ്ങൾ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്ര സംഭവം, ഏതെങ്കിലും ഒരു സഹാബിയുടെ ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെയൊന്ന് പറഞ്ഞ് അവരുടെ മനസ്സുകളിൽ ഇട്ടുകൊടുത്തു നോക്കി. അതിൻ്റെ സമയമെത്തുമ്പോൾ ആ മകൾ നമ്മോട് പറയും, ഉപ്പ ഉമ്മ ഇന്നലെ പറഞ്ഞ ആ സഹാബിയുടെ ബാക്കി കഥ കേട്ടില്ല, ഞാൻ പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥ ഉപ്പ പറഞ്ഞു തന്നില്ലേ, ഉമ്മ പറഞ്ഞു തന്നില്ലേ? അതിനുശേഷം എന്താണ് നമ്മുടെ നബി ചെയ്തത്, എന്താണ് പിന്നെ നബി പറഞ്ഞത് എന്ന ആകാംക്ഷയോടെ നമ്മുടെ മോനും മോളും നമ്മളോട് ചോദിക്കും. പ്രവാചകമുത്ത് എന്തു പറഞ്ഞു എന്ന് കേൾക്കാൻ, പ്രവാചകമുത്ത് എന്തൊരു സമീപനമാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മക്കളുടെ മനസ്സുകൾ വെമ്പും. അങ്ങനെ വെമ്പുന്ന മനസ്സിനുടമകളാകാൻ, ആക്കിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. പ്രാർത്ഥിക്കുക. അതിനുള്ള മനസ്സും ഈമാനും നൽകി നമ്മളെയും നമ്മുടെ മക്കളെയും രക്ഷിതാക്കളെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ അംഗങ്ങളാക്കണമേ. നിൻ്റെ അർശിൻ്റെ തണൽ നൽകി നീ ഞങ്ങളെ പരിഗണിക്കണേ. മാതാപിതാക്കൾ ആദരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ റഹ്മാനെ. അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാൻ, അവരുടെ തൃപ്തി നേടിയെടുക്കാൻ, അവർക്ക് സാധ്യമാം വിധമുള്ള നന്മകളെല്ലാം ചെയ്യാൻ നല്ല മക്കളായി മാതൃകയുള്ളവരാകാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമാറാകണമേ. പടച്ചറബേ, ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലതുൻ സാലിഹുൻ യദ്ഉല എന്ന ഉന്നതമായ പദവിയിലേക്ക് ഞങ്ങളുടെ മക്കളെ നീ പരിവർത്തിപ്പിക്കുമാറാകണമേ. ഞങ്ങൾക്കിടയിൽ ഐക്യവും ഇണക്കവും സ്നേഹ സാഹോദര്യ ബന്ധങ്ങളും നീ ഊട്ടിയുറപ്പിക്കുമാറാകണമേ. ഇന്ന് ലോകം വല്ലാത്ത തിന്മകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും പോയി പോകുമ്പോൾ ആ ഒരു ദുരന്തത്തിലേക്ക് പോയി പോകുന്നതിൽ നിന്ന് ഞങ്ങളെയെല്ലാം നീ കാത്തു സംരക്ഷിക്കുമാറാകണമേ. നാളെ നിന്നെ കാണാനും നിന്റെ പ്രവാചകനിൽ നിന്ന് ഹൗദൽ കൗസർ കുടിക്കാനുള്ള അവസരം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.